ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്ലൊവാക്യൻ സന്ദർശനം തുടരുന്നു. ഇന്ന് ഇന്ത്യ സ്ലൊവാക്യ ബിസിനസ് ഫോറത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. നടപടി കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മെറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ. കേരളത്തിൽ പോക്സോ കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പകരച്ചുങ്ക നടപടി 90 ദിവസത്തേക്ക് മരവിപ്പിച്ച അമേരിക്ക ചൈനയ്ക്ക് ഇളവില്ല, തീരുവ 125% ഉയർത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്ലൊവാക്യൻ സന്ദർശനം തുടരുന്നു. ഇന്ന് നൈട്ര സർവകലാശാലയിൽ നടക്കുന്ന ഇന്ത്യ സ്ലൊവാക്യ ബിസിനസ് ഫോറത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഒപ്പം ജാഗ്വർ ലാൻഡ് റോവർ ഫാക്ടറിയും രാഷ്ട്രപതി സന്ദർശിക്കും. പോർച്ചുഗൽ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെയാണ് രാഷ്ട്രപതി സ്ലൊവാക്യയിലെത്തിയത്. സ്ലൊവാക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. സ്ലൊവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ച നടന്നു. അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടി രാഷ്ട്രപതി സ്ലൊവാക്യയെ ക്ഷണിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശും മധ്യപ്രദേശും സന്ദർശിക്കും. വാരാണസിയിൽ 3880 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്കായുള്ള ആയുഷ്മാൻ വയവന്ദന കാർഡുകൾ ശ്രീ മോദി കൈമാറും. വാരാണസി ഡിവിഷനിലെ ജൌൻപൂർ, ചന്ദൌലി, ഗാസിപൂർ ജില്ലകളിൽ 1045 കോടി രൂപയിലധികം ചെലവിൽ പൂർത്തിയാക്കിയ 2 400 kV ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകളും 220 kV ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മധ്യപ്രദേശിലെ ആനന്ദ്പൂർ ധാമിൽ പൊതുപരിപാടിയെ പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്യും. ഒപ്പം ഈസാഗഡിലെ ഗുരുജി മഹാരാജ് ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നടത്തും. 2008 മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തഹാവൂർ റാണ ഇന്ത്യൻ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുന്നത് രാജ്യത്തിന് വലിയ നേട്ടമാകുമെന്ന് ഒരു സ്വകാര്യ TV ചാനലിൽ സംസാരിക്കവേ ശ്രീ ഷാ പറഞ്ഞു. मोदी सरकार का प्रयास है कि जिन लोगों ने भी भारत की जमीन, भारत का सम्मान और भारत के नागरिकों के साथ दुर्व्यवहार भी किया है, वो हमारे कानून के जद में लाना चाहिए. और मैं मानता हूं तब राणा की यहाँ वापिस आना ये मोदी सरकार की कूटनीति का बहुत बड़ी सफलता है. റാണയെ ഇന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ നൽകിയ അപേക്ഷ US സുപ്രീം കോടതി തള്ളിയിരുന്നു. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ 26 റഫേൽ മെറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങും. ഇതുമായി ബന്ധപ്പെട്ട കരാർ വരുന്നയാഴ്ച ഔദ്യോഗികമായി അംഗീകരിക്കും. ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 2023 വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ നിയമവുമായി പുതിയ ആധാർ നിയമം സംയോജിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉപയോക്തൃ താൽപര്യത്തിന് പ്രാധാന്യം നൽകി പഴുതടച്ച നിയമനിർമ്മാണത്തിലൂടെ ആധാർ നിയമത്തിന്റെ ആധുനിക പതിപ്പ് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ധനകാര്യ സേവന മേഖല, ഫിൻടെക്, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ സഹകരണം തുടരുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും UKയും. ലണ്ടനിൽ നടന്ന 13ാമത് ഇന്ത്യ UK സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിലാണ് തീരുമാനം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം UK പ്രതിനിധി സംഘവുമായി ഉന്നതതല ചർച്ചകൾ നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ. ഇത്തരം ആക്രമണങ്ങൾ തടയാനും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാനും സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന് ബംഗ്ലാദേശിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു.
We have conveyed our concerns regarding treatment of minorities, the kind of violence that has happened against them. Violence and atrocities against the minorities cannot be just wished away or said that they are because of political reasons or they are media agitations. So we hope that the Bangladesh government will take strong action against those who are responsible for these atrocities. US ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് ചുമത്തിയ പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ചൈനയ്ക്ക് ഇളവ് നൽകാതിരുന്ന ട്രംപ് ഇറക്കുമതി തീരുവ 125% ഉയർത്തുകയും ചെയ്തു. ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് അടിസ്ഥാന തുക 10% അധികമായി ചുമത്തിയ തീരുവയാണ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചത്. ലോക വിപണിയോട് ചൈന കാണിച്ച ബഹുമാനരഹിതമായ നടപടിയുടെ അടിസ്ഥാനത്തിലാണ് തീരുവ ഉയർത്തിയതെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 84% തീരുവയാണ് ചൈന ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനായി 304 തസ്തികകൾ സൃഷ്ടിക്കും. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാകുന്ന കെ സ്മാർട്ട് പദ്ധതി ഇന്നു മുതൽ എല്ലാ ത്രിതല പഞ്ചായത്തുകളിലും നിലവിൽ വരും. കെ സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിന്യസിക്കുന്ന സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി GR അനിൽ ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 19 വരെ എല്ലാ താലൂക്കുകളിലെയും പ്രധാന വിൽപ്പനശാല കേന്ദ്രീകരിച്ചാണ് ഫെയർ ക്രമീകരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ ചന്തകളും നാളെ മുതൽ ഈ മാസം 21 വരെ തുറന്നു പ്രവർത്തിക്കും. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ആയുഷ് മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം രാജ്യത്ത് 100 ദശലക്ഷത്തിലധികം ആളുകൾ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നു. ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ജന്മവാർഷികമാണ് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്. ഇന്ന് മഹാവീർ ജയന്തി. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ മഹാവീരന്റെ ജന്മദിനമാണ് മഹാവീർ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഇതോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ നടക്കും. കേരളത്തിൽ ഇന്നും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് ഉച്ചവരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. IPL 2020 ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 58 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ഉയർത്തിയ 218 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാൻ 19.2 ഓവറിൽ 159 റൺസിന് പുറത്തായി. ഇതോടെ പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് ഒന്നാമതെത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ചൈനയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു, പ്രിയാൻഷു രജാവത്ത്, കിരൺ ജോർജ് എന്നിവർ പ്രീ ക്വാർട്ടറിൽ എത്തി. ഡബിൾസ് രണ്ടാം റൌണ്ടിൽ ഇന്ത്യയുടെ റൂബൻ കുമാർ ഹരിഹരൻ സഖ്യം മലേഷ്യൻ ജോഡികളെ നേരിടും. 2025 അമ്പെയ്ത്ത് ലോകകപ്പിന്റെ ഒന്നാം സ്റ്റേജിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. അഭിഷേക് വർമ്മ, ഋഷഭ് യാദവ്, ഓജസ് ഡിയോഡൽ എന്നിവരടങ്ങിയ സംഘം ഡെൻമാർക്കിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിൽ പടരുന്ന മെലിയോയിഡോസിസ് ബാക്ടീരിയൽ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 26ആയി. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഉഷ്ണമേഖലാ രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. മണ്ണുമായോ ചെളി നിറഞ്ഞ വെള്ളവുമായോ നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്ന് ക്വീൻസ്ലാൻഡ് ആരോഗ്യ വിഭാഗം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഡൊമിനിക്കൻ റിപ്പബ്ലിക് തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിൽ നിഷ ക്ലബിന്റെ മേൽക്കൂര തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം 124ആയി. 150ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഗീത പരിപാടിക്കിടെ ഇന്നലെയായിരുന്നു അപകടം. പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഇന്ന് പള്ളിവേട്ട നടക്കും. ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ പൂർത്തിയാക്കിയാണ് പള്ളിവേട്ടയ്ക്ക് പുറപ്പെടുക. പമ്പയിൽ നാളെ ആറാട്ടും നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 60ാം ദിവസത്തിലേക്ക്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇതോടനുബന്ധിച്ചുള്ള നിരാഹാര സമരം 22ാം ദിവസത്തിലേക്ക് കടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സ്ലൊവാക്യൻ സന്ദർശനം തുടരുന്നു. ഇന്ന് ഇന്ത്യ സ്ലൊവാക്യ ബിസിനസ് ഫോറത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. നടപടി കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മെറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ.
കേരളത്തിൽ പോക്സോ കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പകരച്ചുങ്ക നടപടി 90 ദിവസത്തേക്ക് മരവിപ്പിച്ച അമേരിക്ക ചൈനയിലേക്ക് ഇളവില്ല തീരുവ 125% ഉയർത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.